ഹലോ ഫ്രണ്ട്സ്, നമസ്തേ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് റിയാദിലെ അൽബത്തയിലാണ്. സമയം രാവിലെ 5:45. തണുപ്പ് കാലം തുടങ്ങിയിരിക്കുന്നു. 17 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ. പതിവിലും നേരത്തെ ഉണർന്ന് പ്രഭാത കൃത്യങ്ങളെല്ലാം കഴിഞ്ഞ് ഈ നടപ്പാലത്തിലൂടെ നടക്കുന്നത് ഒരു യാത്ര പോകുവാനാണ്. നേരം പുലരുന്നതേ ഉള്ളൂ. 6 മണിക്ക് യാത്ര പുറപ്പെടും എന്നാണ് പറഞ്ഞത്. ബസ് കിടക്കുന്നിടത്തേക്കാണ് ഈ പോകുന്നത്. ഇന്നത്തെ യാത്ര കുഫൂഫ് പ്രവിശ്യയിലെ അൽ ഹസ എന്ന യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന നഗരത്തിലേക്കാണ്. ഈ യാത്രയുടെ സംഘാടകർ ബത്തയിലെ ഗ്ലോബൽ ടൂർ ആൻഡ് ട്രാവൽസ് എന്ന സ്ഥാപനമാണ്. ഇവരുടെ കൂടെ എൻ്റെ 4ാമത്തെ ടൂറാണ് ഇത്. ബസ്സിൽ എല്ലാവരും കയറിയതോടെ 6:30 ഡ്രൈവർ മുഹമ്മദ് ഇക്ക ബസ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഇന്നത്തെ യാത്രയുടെ തുടക്കമായി. അസ്സലാമു അലൈക്കും, ഗുഡ് മോർണിംഗ്. നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലൊരു 10-20 മിനിറ്റോളം വൈകി. സോറി ഫോർ ബീങ് ലേറ്റ്. ഇൻഷാല്ലാ ലെറ്റ്സ് സ്റ്റാർട്ട്. ലെറ്റ്സ് മേക്ക് ഇറ്റ് എ ഗുഡ് ഡേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ സഖറ. അസീസിയ സിമന്റ് ഫാക്ടറിയുടെ മുമ്പിലൂടെ ദമാം റോഡ് ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. ഇന്ന് നവംബർ 22. തണുപ്പിന്റെ ആരംഭം ആയതിനാൽ അന്തരീക്ഷം മഞ്ഞ് മൂടി ഇരുണ്ടിരിക്കുന്നു. അസീസിയും കടന്ന് സുലൈ ഭാഗത്തൂടെയാണ് ഇപ്പോൾ പോകുന്നത്. ദമാം ഹൈവേയിൽ പ്രവേശിച്ചു. സമയം 7:15. പ്രഭാത ഭക്ഷണം കഴിക്കുവാനായി ബോർഡർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഒരിടത്ത് നിർത്തും എന്ന് വിചാരിക്കുന്നു. മൂടിയ അന്തരീക്ഷം കാരണം പുറം കാഴ്ചകൾ മങ്ങിയാണ് കാണുന്നത്. ഇത് സൗദി വാട്ടർ കമ്പനിയുടെ ജലസംഭരണ പ്ലാന്റാണ്. ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തും ഇതുപോലെയൊരു ജലശുദ്ധീകരണശാല കാണാം. ഒട്ടകങ്ങൾ റോഡിലേക്ക് കടക്കാതിരിക്കുവാൻ വഴിയുടെ ഇരുവശത്തും വേലി കെട്ടിയിരിക്കുന്നു. ഇടതുവശത്ത് കാണുന്നത് സൗദിയുടെ അഭിമാന സംരംഭമായ ആധുനിക രീതിയിൽ നിർമ്മിക്കുന്ന പുതിയ പട്ടണമായ ഫ്യൂച്ചർ സിറ്റി പ്രോജക്റ്റാണ്. 5000-ഓളം ഭവനങ്ങളോടുകൂടിയ ഒരു പുതിയ സിറ്റി 2040 മുമ്പ് പൂർത്തിയാകും എന്ന് വിചാരിക്കുന്നു. ഈ യാത്ര സൗദിയുടെ കിഴക്കൻ ഭാഗത്തെ മരുഭൂമിയിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രവിശ്യയായ അൽ ഹഫൂഫിലേക്കാണ്. ഹഫൂഫ് പ്രവിശ്യയിലെ അൽ ഹസ എന്ന പട്ടണമാണ് ലക്ഷ്യം. അവിടുത്തെ കോറ മലകൾ സന്ദർശിക്കണം. പല കാര്യങ്ങളിൽ വേറിട്ട് നിൽക്കുന്നതും ലോക പ്രശസ്തവുമായ നഗരമാണ് അൽ ഹസ. 85 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ മരുപ്പച്ചയാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള 280ഓളം ഭൂഗർഭ അരുവികളുള്ള ഈ മരുപ്പച്ച 25 ലക്ഷത്തോളം ഈന്തപ്പനകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. മരുഭൂമിയുടെ നടുക്കുള്ള ഒരു പറുദീസയാണ് അൽ ഹസ. ചെക്ക് പോസ്റ്റ് അടുക്കാറായി. വെള്ളം ശുദ്ധീകരണശാലയുടെ സംഭരണികൾ കാണാം. കടൽ തീരമായ ജുബൈലിൽ നിന്ന് ഭൂഗർഭ പൈപ്പിലൂടെയാണ് കടൽ വെള്ളം ശുദ്ധീകരിച്ച് ഇവിടെ എത്തിക്കുന്നത്. ഇന്ന് വെള്ളിയാഴ്ച ആയതിനാലാവാം റോഡിൽ വണ്ടികൾ കുറവാണ്. സാധാരണ ദമാം റൂട്ടിൽ എപ്പോഴും ചരക്ക് ലോറികളുടെ പ്രവാഹമാണ്. ഹുഫൂഫിലേക്ക് 350 കിലോമീറ്റർ ദൂരമുണ്ട് റിയാദിൽ നിന്ന്. ദമാം റൂട്ടിലൂടെയാണ് പോകുന്നതെങ്കിലും സാദ് എന്ന സ്ഥലത്തു നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഖുറൈസ് റോഡിലൂടെയാണ് ഹുഫൂഫിലേക്ക് പോകേണ്ടത്. അവിടെ നിന്ന് ഖുസാബി വഴി 170 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഹുഫൂഫിലെത്തും. റിയാദ് ബോർഡർ ചെക്ക് പോസ്റ്റാണ് ആ കാണുന്നത്. ഇപ്പോൾ സമയം 7:45. വലതുവശത്തായി കാണുന്നത് സൗദി ഇലക്ട്രിക് കമ്പനിയുടെ ഡീസൽ സംഭരണശാലയാണ്. അതിൻ്റെ പുറകിലാണ് വൈദ്യുതി ഉൽപാദന കേന്ദ്രം.
ചെക്ക് പോസ്റ്റ് കടന്നു. ഇവിടെ നിന്ന് ദമാമിന് 350 കിലോമീറ്ററും ഹുഫൂഫിന് 280 കിലോമീറ്ററുമാണ് ഉള്ളത്. റിയാദിൽ നിന്ന് 90 കിലോമീറ്റർ പിന്നിട്ടു. 8:15 ആയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാൻ ഒരു പെട്രോൾ പമ്പിൽ നിർത്തി. കഴിക്കാവുന്നതാണ്. നമുക്ക് ഇപ്പോൾ 8:10 ഒരു 8:40 ആകുമ്പോഴേക്ക് ബസ്സിലേക്ക് തിരിച്ചു വരാം. We can do breakfast here. There is washroom. നാസ്ത കഴിച്ച് ഉന്മേഷവാനായി തുടർ യാത്രയ്ക്കായി ബസ്സിൽ കയറി. യാത്ര പുറപ്പെട്ടു. ഇവിടെ നിന്നാണ് ദമാം റോഡ് വിട്ട് ഖുറൈസ് റോഡിലേക്ക് തിരിയുന്നത്. 190 കിലോമീറ്റർ കൂടിയുണ്ട് അൽ ഹസയിലെത്തുവാൻ. പല സഹയാത്രികരും ഉറക്കത്തിലാണ്.
ഇനിയുള്ള യാത്ര അങ്ങെത്തും വരെ വിജനമായ മരുഭൂമിയിലൂടെയാണ്. ഇരുവശങ്ങളിലും പരന്നു കിടക്കുന്ന മണൽ സാഗരം മാത്രം. അൽ ഹസയിൽ പ്രധാനമായി 4 സ്ഥലങ്ങളാണ് സന്ദർശിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ കോറ മലനിരകളും അതിനുള്ളിലെ ഗുഹകളും ഒക്കെയാണ് ആദ്യം കാണുക. രണ്ടാമതായി അൽ ഹസ മരുപ്പച്ചയിലെ തടാകത്തിന് ചുറ്റുമായി സ്ഥിതി ചെയ്യുന്ന ജവാദ പാർക്കാണ് കാണുക. അതിനടുത്തായി തന്നെ ഒരു തൂക്കുപാലവും താഴ്വരകളും ഒക്കെ കണ്ട് രാത്രിയിൽ പ്രസിദ്ധമായ കൈസറിയ സൂക്കും കണ്ട് മടങ്ങും. ഖുറൈസ് എന്ന സ്ഥലം എത്താറായി. സ്ഥലങ്ങൾ കാണുവാനും യാത്ര ചെയ്യുവാനും ഇഷ്ടപ്പെടുന്ന നമ്മളെപ്പോലെയുള്ളവരെയെല്ലാം സംഘടിപ്പിച്ച് എല്ലാ ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളും ചെയ്ത് ഈ ടൂർ സംഘടിപ്പിക്കുന്ന സ്ഥാപനം റിയാദിലെ ബത്തേയിലുള്ള ഗ്ലോബൽ ടൂർ ആൻഡ് ട്രാവൽസ് ആണ്. അവരുടെ സേവനങ്ങൾ ടിക്കറ്റിംഗ്, വിസ അസിസ്റ്റൻസ്, ടൂർ പാക്കേജസ്, സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ, ട്രാൻസ്ലേഷൻ മുതലായവയാണ്. ഈ വക കാര്യങ്ങൾക്ക് അവരെ സമീപിക്കും എന്ന് വിശ്വസിക്കുന്നു. ഖുറൈസിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. സമയം 9:30. ഇനി 110 കിലോമീറ്റർ കൂടിയുണ്ട്. ഇവിടുത്തെ മണ്ണ് കുമ്മായം കലർന്ന വെള്ള നിറത്തിലുള്ളത് ശ്രദ്ധയിൽപ്പെട്ടു. ഇപ്പോൾ അൽ തുമയ്യ എന്ന സ്ഥലത്ത് എത്തിയിരിക്കുന്നു. ഇതൊരു ജംഗ്ഷനാണ്. ഇവിടെ നിന്ന് നേരെ പോയാൽ ഹുഫൂഫിലേക്കും ഇടത്തോട്ട് പോയാൽ ദമാമിലേക്കും എത്താം. അതുപോലെ തന്നെ ഖത്തർ, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളിലേക്കും കരമാർഗം പോകാം. ബോർഡർ ചെക്ക് പോസ്റ്റ് കടക്കുകയാണ്. മരുഭൂമി പിന്നിട്ട് ഹുഫൂഫ് പ്രവിശ്യയിലേക്ക് കടന്നിരിക്കുന്നു. കൃഷിയിടങ്ങളും മജറകളും കണ്ടു തുടങ്ങി. ഈന്തപ്പനകൾ കൂടാതെ പച്ചക്കറിയും ചോളവും ഗോതമ്പും പലതരം ഫ്രൂട്ട്സും ഒക്കെയാണ് ഹുഫൂഫ് മരുപ്പച്ചയിൽ കൃഷി ചെയ്യുന്നത്. പതിനൊന്ന് 20 ജുമാ നിസ്കാരത്തിനായി പട്ടണത്തിലെ ഒരു വലിയ പള്ളിക്കടുത്ത് ബസ് പാർക്ക് ചെയ്തു. നിസ്കാരത്തിനായി പള്ളിയിലേക്ക് എല്ലാവരും നടന്നു.
നിസ്കാരം കഴിഞ്ഞ് 12:30 ആയതോടെ ഉച്ചഭക്ഷണത്തിനായി ഒരു ഹോട്ടലിലെത്തി. ഹോട്ടൽ സൽക്കാര, മലയാളി ഹോട്ടലാണ്. ഭക്ഷണം കഴിഞ്ഞ് 1 മണിക്കൂറിന് ശേഷം 1:30 ആയതോടെ അടുത്ത ലക്ഷ്യസ്ഥാനമായ ക്വാറ ഹിൽസ് ലക്ഷ്യമാക്കി യാത്രയായി. ഇവിടെ നിന്ന് ക്വാറ കുന്നുകളിലേക്ക് ഏകദേശം 15 കിലോമീറ്റർ ഉണ്ട്. അരമണിക്കൂറെങ്കിലും കുറഞ്ഞതെടുക്കും അവിടെ എത്തുവാൻ. റിയാദിലെ തെരുവുകൾ പോലെ തന്നെയാണ് ഇവിടുത്തെ കാഴ്ചകളും. അൽ ഹസയുടെ പട്ടണത്തെരുവുകൾ താണ്ടി പുറം ഭാഗത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ ഈന്തപ്പനത്തോട്ടങ്ങൾക്കിടയിലൂടെയാണ് യാത്ര. അൽ ഹസയിലെ ഈന്തപ്പഴം ലോകപ്രസിദ്ധമാണ്. 100-ൽ പരം മുന്തിയ ഇനം കയറ്റുമതി ചെയ്യുന്നുണ്ട് ഇവിടെ നിന്ന്. കോറ കുന്നുകൾ കണ്ടു തുടങ്ങി. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യരും ജീവജാലങ്ങളും ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന മലനിരകളാണിത്. തുടർന്ന് മഴയുടെയും വെള്ളത്തിൻ്റെ ഒഴുക്കിലൂടെയും ഉണ്ടായ മണ്ണൊലിച്ചിലൂടെ രൂപപ്പെട്ടതാണ് ഈ ഗുഹകൾ. കട്ടി കുറഞ്ഞ കളിമണ്ണിനോടും ചുണ്ണാമ്പ് കല്ലിനോടും സാമ്യമുള്ള പാറകളാണ് ഇവിടുത്തേത്. ജബൽ അൽ ഖോറ എന്ന് അറബി ഭാഷയിൽ അറിയപ്പെടുന്ന ഈ മലനിരകൾക്ക് 1400 ഹെക്ടർ വിസ്തീർണമുണ്ട്. ഇതിൽ 28 ഗുഹകളും 1.5 കിലോമീറ്ററോളം നീളത്തിലുള്ള പാതകളും മലയ്ക്കുള്ളിലുണ്ട്. രണ്ട് മണിയായിരിക്കുന്നു. പ്രധാന കവാടത്തിലെത്തി.
എല്ലാവരെയും ഇവിടെ ഇറക്കിയിട്ട് ബസ് പാർക്കിങ്ങിലേക്ക് പോയി. ലാൻഡ് ഓഫ് സിവിലൈസേഷൻ എന്ന ആലാപനം ചെയ്ത ഒരു ഗ്ലോബിൻ്റെ ശില്പമാണ്. ഉള്ളിൽ കയറുന്നതിന് മുമ്പേ ഇവിടെ നിന്ന് ഫോട്ടോഷൂട്ട് തുടങ്ങി. പിന്നീട് എല്ലാവരും ചേർന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോയും എടുത്തു. എല്ലാവരും പ്രധാന കവാടത്തിനുള്ളിലേക്ക് നടന്നു. അവിടെ നിന്ന് 50 റിയാലിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് വേണം മലനിരകൾ കാണുവാൻ. ഇതാണ് പ്രവേശന കവാടം. പ്രകൃതിയുടെ വികൃതിയിലൂടെ ഉണ്ടായ ഒരു അതിമനോഹരമായ ഒരു ദൃശ്യം. മറ്റൊരു ഗ്രഹത്തിൽ പ്രവേശിച്ച ഒരു അനുഭൂതി. ഈ മലനിരകളെപ്പറ്റിയും ഇതിലെ ഗുഹകളെപ്പറ്റിയും അവയുടെ ഉത്ഭവത്തെപ്പറ്റിയും വിവരിക്കുന്ന ശിലാഫലകങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പാതയുടെ ഇരുവശങ്ങളിലും സ്ഥാപിച്ചിട്ടുണ്ട്. കടൽ തിരകൾ നിരന്തരമായി അടിച്ചുണ്ടായതാണ് ഈ ഗുഹകൾ എന്ന ഒരു സിദ്ധാന്തം തെറ്റാണ് എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഈ മല കടലിൽ നിന്ന് 200 കിലോമീറ്റർ ഉയരത്തിലായതുകൊണ്ടാണ് ആ സിദ്ധാന്തം തെറ്റാണ് എന്ന് സ്ഥാപിക്കുന്നത്. ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിനായി കൃത്രിമമായി ഇവിടെ ചില നിർമ്മിതികൾ നടത്തിയിട്ടുണ്ട്.
ഈ ഫലകം മറ്റൊരു സിദ്ധാന്തത്തെ എതിർക്കുന്നതാണ്. ചുണ്ണാമ്പ് കല്ല് കാലാന്തരം അലിഞ്ഞാണ് ഈ മലകൾക്ക് ഈ രൂപം ഉണ്ടായത് എന്ന പ്രക്രിയ അല്ല എന്നതാണ് എഴുതിയിരിക്കുന്നത്. ഇത് ചുണ്ണാമ്പ് കല്ലിനേക്കാളും കട്ടി കൂടിയ പാറയാണ് എന്നതാണ് അതിന് കാരണം. മലയുടെ കവാടത്തിലൂടെ ഇടനാഴിയിലേക്ക് പ്രവേശിച്ചു. ഇത് തലയ്ക്ക് മുകളിലുള്ള മേൽക്കൂരയുടെ ദൃശ്യമാണ്. വിടവിലൂടെ ആകാശം കാണാം. ഉള്ളിൽ വൈദ്യുത ബൾബ് സ്ഥാപിച്ചിരിക്കുന്നത് ഗുഹാഭിത്തികളെ ഭംഗിയുള്ളതും ത്രസിപ്പിക്കുന്നതുമാക്കുന്നു. ചില പാറകൾ ഇപ്പോൾ താഴെ വീഴും എന്ന് തോന്നിക്കും വിധം തങ്ങി നിൽക്കുന്നത് കാണാം. പ്രധാന ഇടനാഴികളിൽ നിന്ന് ഇടത്തോട്ടും വലത്തോട്ടും ചെറിയ കൈവഴികളുണ്ട്. അതിലൂടെ പോയാൽ ആ വഴിയുടെ അവസാനത്തെത്തും. പിന്നീട് തിരിച്ചു നടക്കണം. ഇത് കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് വെള്ളം ഒലിച്ചുണ്ടായ മണ്ണൊലിപ്പിലൂടെ ഉണ്ടായതാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഇടയ്ക്കിടയ്ക്ക് വിശാലമായ ഇടങ്ങളുണ്ട്. ഞാൻ നടന്ന വഴി അവസാനിച്ചു. പിന്നെ ചെറിയൊരു വിടവ് കണ്ടു. അതിലൂടെ കടക്കണോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരാൾ കഷ്ടിച്ച് ഞെരിഞ്ഞ് അതിലൂടെ ഇറങ്ങി വരുന്നത് കണ്ടു. അതിലൂടെ പോകാം എന്ന് ഞാൻ മനസ്സിലാക്കി. ഇവിടെ ലൈറ്റില്ല, ഇരുട്ടാണ്. മൊബൈലിലെ ടോർച്ച് ഓണാക്കി ഞാൻ വയറ് ചൊട്ടിച്ച് ശ്വാസം പിടിച്ച് ചരിഞ്ഞ് മെല്ലെ മെല്ലെ വശം ചേർന്ന് കയറി മുൻപോട്ട് നടന്നു. മുപ്പത് മീറ്ററോളം മുമ്പോട്ട് ചെന്നപ്പോൾ വഴിയുടെ വീതി കൂടി വന്നു. എൻ്റെ മുമ്പിൽ അതിലൂടെ സൗദി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഒരു കുടുംബം പോകുന്നത് കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ചെറിയൊരു ഭയം മാറി ആശ്വാസമായി. നടന്നു ചെന്നത് വിശാലമായ ഒരു ഹാൾ പോലെയുള്ള ഒരു ഇടത്തേക്കാണ്. മുകളിലോട്ട് നോക്കി ആകാശം കാണാം. അവിടെ എല്ലാം നടന്ന് കണ്ടതിന് ശേഷം വന്ന വഴിയിലൂടെ തിരിച്ചു നടന്നു. എല്ലാം വിശദമായി ക്യാമറയിൽ പകർത്തി.
ഇടയ്ക്ക് ബസ്സിലുണ്ടായിരുന്ന എൻ്റെ സഹയാത്രികരെ കണ്ടിരുന്നു. മറ്റൊരു ഉപപാതയിലൂടെ നടന്ന് പ്രധാന കവാടത്തിനടുത്തെത്തി. ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി. ഈ ഫലകം രസകരമായ കാര്യമാണ് വെളിപ്പെടുത്തുന്നത്. 2024 ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ ഈ മലയുടെ അടിയിൽ ഭൂഗർഭ സ്കാൻ നടത്തിയപ്പോൾ കണ്ട കാര്യം മുകളിലത്തെ അതേ രീതിയിലുള്ള പാളികളും ഗുഹകളും അതേ ഘടനയിലും ഒക്കെയാണ് ഭൂമിക്കടിയിലുള്ളത് എന്നതാണ്. ഈ ഫലകം വെളിപ്പെടുത്തുന്നത് അതിലും വിചിത്രമായ ഒരു വസ്തുവാണ്. അതായത് ഈ ഗുഹയുടെ ഭിത്തിയിലും പുറം പാളികളിലും സൂക്ഷ്മമായി പരിശോധിച്ചാൽ അവയുടെ പാളികൾക്കിടയിൽ ചില നാരുകളും ട്യൂബ് പോലെയുള്ള ചില വസ്തുക്കളും ഒക്കെ കാണാം. അത് പുരാതന കാലത്തെ സസ്യങ്ങളുടെയും സൂക്ഷ്മജീവികളുടെയും ഫോസിലുകൾ ആണ് എന്നതാണ്. ഈ ഇടതുവശത്തൂടെയാണ് എക്സിറ്റ്. അവിടെ ചില കണ്ണാടി സ്തൂപങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ മുമ്പിൽ നിന്ന് പലരും ഫോട്ടോ എടുക്കുന്നുണ്ട്. അതിൽ ഈ മലയുടെ പ്രതിബിംബം കാണുവാൻ നല്ല രസവും വിചിത്രവുമാണ്. ഒരു മനുഷ്യൻ്റെ തലയുടെ സാദൃശ്യമുള്ള ഒരു സ്തൂപം കാണാം. ഇവിടെ ഈ കണ്ണാടികൾക്കിടയിൽ കിടന്ന് കുറേ കറങ്ങി നടന്നു.
ഈ ഫലകങ്ങളിൽ എഴുതിയിരിക്കുന്നത് ഇവിടെയുള്ള 28 ഗുഹകൾക്കും ഓരോന്നിനും ഇവിടുത്തെ പൂർവികർ വ്യത്യസ്തമായ പേരുകൾ ഇട്ടിട്ടുണ്ട് എന്നതാണ്. ഇത് അൽ ഹസ മരുപ്പച്ചയുടെ പൈതൃക സ്വത്താണ്. പാറകളുടെ രാസപ്രവർത്തനത്തിലൂടെ അലിഞ്ഞുണ്ടായ ഈ ഗുഹകളും മറ്റും പഠിക്കുവാൻ നിരവധി ഗവേഷകർ വരുന്നുണ്ട്. ടാലിഗോർസ്കൈറ്റ് എന്ന ഒരു ധാതു ഈ പാറയിൽ അടങ്ങിയിരിക്കുന്നു എന്നും അവയുടെ പരിശോധനയിലൂടെ ഈ പാറയുടെ കാലപ്പഴക്കം നിർണയിച്ചിട്ടുള്ളത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് ഇവ രൂപപ്പെട്ടത് എന്നാണ്. ഏകദേശം 7 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ്. ഈ വഴിയുടെ അവസാനം ഒരു ബുക്ക് നിവർത്തി വെച്ചിട്ടുള്ളതുപോലെ ഒരു ശില്പം കാണുന്നുണ്ട്. വലതുവശത്ത് അറബി ഭാഷയിലും ഇടതുവശത്ത് ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ചുരുക്കം ഇങ്ങനെയാണ്: അള്ളാഹു, ദൈവം അഥവാ ഗോഡ്, മനുഷ്യനെയും പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചു. പലപ്പോഴായി പ്രവാചകന്മാരെയും അയച്ചു. പ്രവാചകന്മാരെ അയച്ചത് മനുഷ്യനെ നേർവഴിക്ക് നയിക്കുവാനും സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ച വസ്തുക്കളെ മനുഷ്യൻ നശിപ്പിക്കാതെ പരിപാലിക്കുവാനുള്ള ചുമതല മനസ്സിലാക്കിക്കുവാനുമാണ്. അതിൻ്റെ മറുപുറത്ത് ലാൻഡ് ഓഫ് സിവിലൈസേഷൻ, നാഗരികതയുടെ നാട് എന്ന പുറംചട്ടയും കാണാം. കയറി വന്ന അതേ കവാടത്തിലൂടെ ഇറങ്ങി റിസപ്ഷൻ മുറിയിലൂടെ പുറത്തു കടന്നു. സമയം 4 മണിയായി. രണ്ട് മണിക്കൂറോളം എടുത്തു എല്ലാം കാണുവാൻ. നല്ലൊരു അനുഭവക്കാഴ്ചയായിരുന്നു. ബസ് പാർക്ക് ചെയ്തിട്ടുള്ള സ്ഥലത്തേക്ക് നടന്നു. ഇവിടെ നിന്ന് 1/2 കിലോമീറ്റർ ദൂരെ ഈ ഖോറ മലയുടെ സൈഡിൽ തന്നെ പരമ്പരാഗതമായി കളിമൺ പാത്രങ്ങൾ നിർമ്മിക്കുന്ന ഒരു ഇടമുണ്ട്. അനേകം തലമുറകളായി കൈമാറി വന്ന ഈ തൊഴിൽ ചെയ്യുന്ന ഒരു കുടുംബത്തിൻ്റെ വകയാണ് ഈ സ്ഥാപനം. അങ്ങോട്ടാണ് അടുത്തതായി പോകുന്നത്. ഇപ്പോൾ കണ്ടു മടങ്ങിയത് ഖോറ പർവ്വതത്തിൻ്റെ ഗുഹാ കവാടമാണ്. എന്നാൽ ഇപ്പോൾ ഈ കുന്നുകളുടെ ചുറ്റുമാണ് സഞ്ചരിക്കുന്നത്. ഇതും ഒരു വ്യത്യസ്ത കാഴ്ചയാണ്. കളിമൺ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന സ്ഥാപനത്തിലെത്തി. ആ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു.
അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളെല്ലാം ക്യാമറയിൽ ഒപ്പിയെടുത്തു. മൺപാത്രം ഉണ്ടാക്കുന്ന ഒരു തൽക്ഷണ പ്രദർശനവും അവിടെയുണ്ട്. ഒരു 15 മിനിറ്റ് കൊണ്ട് കണ്ടിറങ്ങി. അടുത്ത ലക്ഷ്യമായ പാർക്കിലേക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് 8 കിലോമീറ്റർ ദൂരം മാത്രമേ ജവാത്ത പാർക്കിലേക്കുള്ളൂ. സമയം 4:30 ആയതേ ഉള്ളൂ. എങ്കിലും സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പകൽ വെളിച്ചം മങ്ങിത്തുടങ്ങി. പാർക്കിലേക്കുള്ള യാത്ര പൂന്തോട്ടങ്ങൾക്കിടയിലൂടെയും പനന്തോട്ടങ്ങൾക്കരികിലൂടെയും അസ്തമയ സൂര്യനെയും കണ്ട് കോറ കുന്നുകളെയും നോക്കി മുമ്പോട്ട് പോയി. ോടെ ജവാത്ത പാർക്കിലെത്തി. ഇതാണ് പാർക്കിൻ്റെ മാപ്പ്. നമ്മളിപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്. ഒരു ചരിത്ര സ്മാരകമായ പുരാതന മസ്ജിദാണ് മുമ്പിൽ.
ജവാഥ മോസ്ക് എന്ന് അറിയപ്പെടുന്നു. പ്രവാചകൻ മദീന പള്ളിയിൽ ആദ്യമായി ജുമാ നിസ്കാരം നടത്തിയതിന് ശേഷം രണ്ടാമത്തെ ജുമാ നിസ്കാരം നടത്തിയത് ഈ പള്ളിയിലാണ് എന്ന് ചരിത്രം പറയുന്നു. AD 628 ആണ്ടിൽ അൽ ഹസ നിവാസിയായ അബ്ദുൽ ഖൈസിന്റെ മക്കളാണ് ഇത് പണിതത് എന്ന് പറയുന്നു. പള്ളിയുടെ കാഴ്ചകൾ കണ്ട് നിൽക്കുന്നതിനിടയിൽ ബസ്സിൽ ചായ വിതരണം ഉണ്ടായിരുന്നത് ശ്രദ്ധയിൽപ്പെട്ടില്ല. ചായയും സ്നാക്സും കഴിച്ചതിനു ശേഷം പാർക്കിലേക്ക് പ്രവേശിച്ചു. 10 റിയാലാണ് പ്രവേശന ടിക്കറ്റിന്റെ തുക. പാർക്കിന്റെ ഉള്ളിലെ തടാകമാണ് പ്രത്യേക ആകർഷണീയത. അവിടെ ബോട്ട് റേസും പിന്നെ കുട്ടികൾക്കായി പലതരം റൈഡുകളും, കുതിരസവാരിയും, ഒട്ടകസവാരിയും, മൃഗശാലയും, സ്കൂട്ടർ സവാരിയും അങ്ങനെ പലവിധ വിനോദങ്ങളും ഉണ്ട്.
ടാറ്റ, ബൈ ബൈ. لا لا عطنا شو اسمه എല്ലാം കണ്ടിറങ്ങുമ്പോൾ മണി 6 കഴിഞ്ഞിരുന്നു. സന്ധ്യയായി. ഈ പാർക്കിൻ്റെ മറു സൈഡിലാണ് അടുത്ത ലക്ഷ്യസ്ഥാനമായ അൽ ഷുബ തൂക്കുപാലം. ബസ്സിൽ 1/2 കിലോമീറ്ററോളം ചുറ്റിപ്പോകണം. 6:15 ആയപ്പോഴേക്കും അവിടെ എത്തി. രാത്രിയായി. നന്നേ ഇരുട്ടി. ആ കാണുന്ന നീല വെളിച്ചമുള്ള മലയുടെ മുകളിൽ കയറണം. അവിടെയാണ് തൂക്കുപാലം ഉള്ളത്. ആ മല വരെ എത്തുവാൻ 1/2 കിലോമീറ്ററോളം ദൂരമുണ്ട്. പിന്നീട് കുത്തനെയുള്ള സ്റ്റെപ്പ് കയറണം. എല്ലാവരും അവിടേക്ക് നടന്നു. സ്റ്റെപ്പ് കയറി. ഇടയ്ക്ക് വെച്ച് തിരിഞ്ഞു നോക്കി. താഴ്വാരത്തെ രാത്രി കാഴ്ചകൾ കണ്ടാസ്വദിച്ചു. മെല്ലെ മെല്ലെ പടികൾ കയറി മലയുടെ മുകളിലെത്തി. തൂക്കുപാലത്തിലൂടെ നടന്ന് തുടങ്ങി. പാലം നന്നേ ആടുന്നുണ്ട്.
450 മീറ്റർ, ഏകദേശം 1/2 കിലോമീറ്റർ ദൂരമുണ്ട് ഈ പാലത്തിന്. പേടി തോന്നിയവർ തിരിച്ചു നടന്നു. ഞാൻ മറ്റ് സഹയാത്രികർക്കൊപ്പം നടന്ന് അങ്ങേ തലക്കിലെത്തി. അവിടെ ഒരു വിവരണ ബോർഡും അതിലെ മാപ്പും ഒക്കെ കണ്ടു. ഇവിടെ കേബിൾ കാർ സ്ഥാപിച്ചിട്ടുണ്ട്. പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. ഈ ഭാഗം ഒന്ന് ഓടിച്ചു കണ്ടതിന് ശേഷം തിരിച്ചു നടന്നു. വീണ്ടും ആടി പാലത്തിലൂടെ മറുകരയിലെത്തി. ഇവിടെ നിന്ന് താഴത്തെ കാഴ്ചകൾ കാണാൻ അതിമനോഹരമാണ്. ഇനി മടക്കയാത്രയ്ക്കായി ബസ് കിടക്കുന്നിടത്തേക്ക് എത്തണമെങ്കിൽ ഈ കയറിയ സ്റ്റെപ്പ് എല്ലാം ഇറങ്ങി താഴെ എത്തണം. ഇവിടെ നിന്ന് മുമ്പ് പോയ പാർക്കിലെ ബോട്ടിംഗ് ഉള്ള തടാകം നല്ലതായി കാണാം. താഴെ ഇറങ്ങി ബസ്സിൽ കയറി അടുത്ത ലക്ഷ്യമായ സൂക്കിലേക്ക് യാത്ര തിരിച്ചു. ജവാത പാർക്കിൽ നിന്ന് കൈസറിയ സൂക്കിലേക്ക് ഏകദേശം 22 കിലോമീറ്റർ ദൂരമുണ്ട്. അൽഹസ പട്ടണത്തിന്റെ മധ്യഭാഗത്താണ് സൂക്കുള്ളത്. അരമണിക്കൂറിൽ കൂടുതൽ സമയമെടുക്കും അവിടെ എത്തുവാൻ. ആശിച്ച് കൊതി വെച്ച് പലതും ചൊല്ലി ആർക്കുള്ളതാണ് ഈ ഭാഗ്യക്കൂടി. ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു സുന്ദരി 17 കഞ്ഞൊരു മണിയും ചെത്തി. ഉമ്മാർക്കും ബാപ്പാർക്കും പ്രിയമോള് ആങ്ങളമാർ കൊച്ച കണികങ്ങളെ മദറിൽ മുനീറിന്റെ അസക്കിലെങ്കിൽ ഒരു സുന്ദര സുമുഖൻ വീട്ടിലെത്തി. ചൊല്ലുന്നു നീ പൊന്നു പൈങ്കിളിയെ നിന്നയാക്കി തരാമോ ഈ സുന്ദരിയെ. 300 പവനും 3 ലക്ഷം റെഡിയാക്കി വെച്ചു ഇമ്പപ്പൂമുട്ടിനെ. വങ്കീശക്കറവട്ടിൽ മഹിമയുള്ള പൂമണി മാരനെ തേടുന്നു. ഒരു മണി മുഞ്ചത്തി പറയുന്നു എന്റെ മനസ്സിനെ
കണിമഞ്ചനെ ഞാൻ തന്നെ കണ്ടെത്തിയ പാപ്പ ഇനി ഉടൻ തന്നെ നടത്തണം കല്യാണം ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു സുന്ദരി 17 തികഞ്ഞൊരു മണിമഞ്ചത്തി ഉമ്മാക്കും പാപ്പാക്കും പ്രിയമോള് ആങ്ങളമാർ കൊച്ചക്കലി പെങ്ങളെ നീണ്ടിച്ച് നടന്നുള്ള ഉസ്മാന്റെ മകന് ശിഹാബിന്റെ പേര് ചൊല്ലി. How do we say? Having a good time. So try to be a part of it, okay? So thank you so much. Thank you. Yeah, thank you so much. വീണ്ടും ഒരു പാട്ടുമായി മുസമ്മിൽ One, two, three. ഉണരും അതിരാവിലെ എന്നും ദിനവും പക്ഷെ പതിവൊരുപോൾ തന്നെ പലരും പതി ഉറക്കത്തി കണ്ടൊരു കനവും കൽവിലെടുത്തു വെച്ചൊരു വെള്ളപ്പരങ്ങും കമ്പിളിക്കുള്ളി കിടന്നൊന്നുകൂടി ഞെരങ്ങും ചടിയെണ്ണിറ്റൊരുങ്ങും പടവെട്ടാനിറങ്ങും പയ്യെ പിന്നെ ദിനത്തിന്റെ തിരക്കില് പടരും പട്ടിപ്പണിയാന്ന് ചിന്തിക്കുള്ള തുടരും നാടിനോർമ്മയിൽ മറവി നിന്ന് കരയും ആ വീടെന്നോർക്കുമ്പോ ഉള്ളിക്കനലെരിയും ആ കണ്ണിരൊക്കെ പിരിയും ആ കണ്ണിലെണ്ണയൊഴിച്ചൊന്നും കാവൽ തേടും പ്രാർത്ഥിക്കും പടച്ചോനോട് ഇരക്കും ആ കുടുംബത്തിൻ പടമുള്ളി തെളിയും ഒരായുസിന്റെ കാതൽ ഇവിടെ മുട്ടിയും ഗൗരിക്കില്ല ഒരിക്കലും തീർന്നിട്ടില്ല പരിഭവം കനവുകളുണ്ടേറെ ബാക്കി തീരാ കടമൊന്നുമില്ലാത്ത രാത്രി പുലർന്നുണരുന്നേരം തന്റെ സ്വന്തം നാട്ടില് വീട്ടില് കോലായി ഇരുന്നൊരു കട്ടം കാപ്പി ഇത്രയല്ലേ നമുക്ക് ആവശ്യമുള്ളൂ. യെസ്, താങ്ക് യു. പാട്ടൊക്കെ പാടി ജോളിയായി കൈസറിയ മാർക്കറ്റിൽ എത്തിയപ്പോൾ 8 മണിയായി. എല്ലാവരും ബസ്സിൽ നിന്നിറങ്ങി പല വഴിക്കായി നീങ്ങി. 1 മണിക്കൂറാണ് സമയം നൽകിയിരിക്കുന്നത്. 9 മണിയാകുമ്പോൾ മടങ്ങി ബസ് ഇറങ്ങിയ ഇടത്ത് തന്നെ എത്തണം. ആഹാര സാധനങ്ങൾ, കളിപ്പാട്ടങ്ങൾ, മിഠായികൾ, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ മുതലായ വസ്തുക്കളുമായി തെരുവ് കച്ചവടക്കാർ വഴിയോരത്ത് വിൽപ്പന നടത്തുന്നത് കാണാം. ഈ മാർക്കറ്റിൻ്റെ സമയം രാവിലെ 8 മുതൽ 11:30 വരെയും വൈകിട്ട് 4 മുതൽ 11 വരെയുമാണ്. അൽഹസ പട്ടണത്തിൻ്റെ മധ്യഭാഗത്തായി വടക്ക് നിന്ന് തെക്കോട്ട് ഒരു വലിയ പാതയുടെ ഇരുവശത്തുമായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പുരാതനവും പ്രശസ്തവുമായ മാർക്കറ്റാണ് എന്ന് പറയുന്നതിൽ കാരണമുണ്ട്. 13-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഈ ചന്ത ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ പല കാലഘട്ടങ്ങളിലായി വിപുലപ്പെടുത്തിയിരുന്നു. പുരാതന അറേബ്യൻ കാലഘട്ടത്തിലെ ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു ഇവിടം. അറേബ്യൻ നാടുകളിൽ നിന്നും വിദേശ ഇടങ്ങളിൽ നിന്നും ഒട്ടകപ്പുറത്ത് സുഗന്ധദ്രവ്യങ്ങളും ഈന്തപ്പഴങ്ങളും വസ്ത്രങ്ങളും മറ്റുമായി വ്യാപാരികൾ വന്നിരുന്ന സൗദി അറേബ്യയിലെ പ്രധാന ചന്തയാണിത്. കച്ചവടക്കാർ ഒട്ടകപ്പുറത്ത് കൂട്ടത്തോടെ വരി വരിയായി മരുഭൂമിയിലൂടെ പോകുന്ന ആ രംഗം ഒന്ന് മനസ്സിൽ സങ്കല്പിക്കൂ. പല സിനിമകളിലും ചിത്രങ്ങളിലും ഫോട്ടോകളിലും ഒക്കെ അതുപോലത്തെ രംഗം നമ്മൾ കണ്ടിട്ടുണ്ടാവും. രാത്രിയിൽ വൈദ്യുതാലങ്കാരത്തോടെ പ്രകാശപൂരിതമായ ഈ മാർക്കറ്റ് സമുച്ചയം കാണുവാൻ അതിമനോഹരമാണ്. പകൽ വന്നാൽ ഈ ദൃശ്യസുഖം കിട്ടില്ല. ൽ ഒരു വലിയ അഗ്നിബാധയിൽ ഈ മാർക്കറ്റിൻ്റെ 60% നശിച്ചിരുന്നു. അന്നുണ്ടായിരുന്ന പൗരാണികമായ പല നിർമ്മിതികളും അഗ്നിക്കിരയായി. പിന്നീട് പണിതാണ് ഈ ആധുനിക നിർമ്മിതിയുള്ള ഇപ്പോൾ കാണുന്ന കെട്ടിടങ്ങൾ. ഇത് ഒരു വലിയ ഹോട്ടലാണ്. കുടുംബത്തോടൊപ്പം സ്ത്രീകളും കുട്ടികളുമായി വന്ന് അകത്തും പുറത്തും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകളെ കാണാം.
പല ഇടവഴികളിൽ പല നിരകളായി പ്രധാന പാതയുടെ ഓരത്തും പിന്നിലും ആയി 500-ൽ പരം സ്ഥിരമായ കച്ചവട സ്ഥാപനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നു. മരുഭൂമിയിലെ ജീവിത രീതിയുമായി ബന്ധപ്പെട്ട വസ്തുക്കളുടെ വാണിജ്യ കച്ചവടവുമാണ് ഇവിടെ കൂടുതലും നടക്കാറുള്ളത്. അറേബ്യൻ വസ്ത്രങ്ങൾ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി വിവിധ ഇനം ഉടയാടകൾ, തോൽ ഉൽപ്പന്നങ്ങൾ, കൂടാര സാമഗ്രികൾ, ആഭരണങ്ങൾ, പുരാവസ്തുക്കൾ, സുഗന്ധദ്രവ്യങ്ങൾ, പച്ചില മരുന്നുകൾ, ആഹാര സാധനങ്ങൾ, കൈത്തറി വസ്തുക്കൾ മുതലായവയാണ് ഇവിടെ വിൽക്കുന്നത്. പല ഇടനാഴികളിലൂടെ നടന്ന് എല്ലാം കണ്ടു. അനുവദിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ തിരിച്ചെത്തേണ്ടതുകൊണ്ട് ഓടി നടന്ന് എല്ലാം ക്യാമറയിൽ പകർത്തി. ഒമ്പത് മണിയായപ്പോൾ ബസ് ഇറങ്ങിയ ഇടത്ത് തന്നെ മടങ്ങിയെത്തി. സഹയാത്രികൾ എല്ലാവരും എത്തിയതോടെ അടുത്തുള്ള ഒരു ഹോട്ടൽ ലക്ഷ്യമാക്കി നടന്നു. 10 മണിയോടെ ഭക്ഷണം കഴിച്ച് ബസ്സിൽ കയറി റിയാദിലേക്ക് മടക്കയാത്ര പുറപ്പെട്ടു. ഈ യാത്രാ അനുഭവം സാധ്യമാക്കിയ ഗ്ലോബൽ ടൂർ ആൻഡ് ട്രാവൽസിനോടുള്ള നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുന്നു. ഈ വീഡിയോ കണ്ടവർക്കെല്ലാം നന്ദി. വിജ്ഞാനപ്രദം ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഗുഡ് നൈറ്റ്.